ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അമിന. നമ്മുടെ ഒട്ടുമിക്ക ആരോഗ്യ പ്രശ്നങ്ങൾ മാറാൻ ധാരാളം വീട്ടുവൈദ്യങ്ങളുണ്ട്. ഇവയിൽ പലതും നമ്മുടെ അടുക്കളയിൽ തന്നെയുള്ള സാധനങ്ങളാണ്. ഇത്തരത്തിലുള്ള ഒന്നാണ് അയമോദകം. അയമോദകം നമ്മൾ ഇന്ത്യക്കാർക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത സ്പൈസസിലൊന്നാണ്. നോർത്ത് ഇന്ത്യൻ ഭക്ഷണങ്ങളിലാണ് ഇത് കൂടുതലായിട്ട് ഉപയോഗിച്ച് കണ്ടുവരുന്നത്. ഇത് കാണുമ്പോൾ നമ്മുടെ ജീരകത്തെ പോലെയാണ്, പക്ഷെ ജീരകത്തേക്കാൾ കുറച്ചുകൂടി ചെറുതായിരിക്കും. സാധാരണ വിത്തുകളായിട്ടാണ് ഇത് വിൽക്കാറുള്ളത്. ചിലർ ഇത് പൊടിച്ചിട്ട് കറി മസാലയായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഒരുപാട് ആരോഗ്യ ഗുണങ്ങൾ അയമോദകത്തിനുണ്ട്. ഇതിൽ ധാരാളം ഫൈബർ കണ്ടന്റും അതുപോലെ വൈറ്റമിൻസും മിനറൽസും ആൻറ്റി ഓക്സിഡൻസ് എല്ലാം അടങ്ങിയിട്ടുണ്ട്. അയമോദകത്തിന് ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ വയറ്റിൽ വളരുന്ന മോശം ബാക്ടീരിയസിനെ നശിപ്പിക്കും. സാധാരണയായി അയമോദകം ആമാശയ സംബന്ധമായ അസുഖങ്ങൾക്കാണ് ഫലപ്രദമായിട്ടുള്ളത്. അതായത് ഗ്യാസ് ട്രബിള്, ദഹനക്കുറവ്, അസിഡിറ്റി, വിശപ്പില്ലായ്മ, വയറിളക്കം, വയറ് വീർക്കൽ തുടങ്ങിയ പ്രശ്നങ്ങൾക്കെല്ലാം. ഗ്യാസ് ട്രബിളിന് 1 ടീസ്പൂൺ അയമോദകം വറുത്തിട്ട് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിച്ചാൽ ആശ്വാസം ഉണ്ടാകും. വിശപ്പ് കുറവുള്ളവർക്ക് കുറച്ച് അയമോദകം ഭക്ഷണത്തിന് മുമ്പ് ചവച്ചരച്ച് കഴിക്കുന്നത് നല്ലതാണ്. അതുപോലെ ദഹന പ്രശ്നങ്ങൾ കുറക്കാൻ 1 ടീസ്പൂൺ അയമോദകവും 1 ടീസ്പൂൺ ജീരകവും 1/2 ടീസ്പൂൺ ഇഞ്ചിപ്പൊടിയും കൂടി ചേർത്ത് കഴിക്കുന്നത് നല്ലതാണ്. ഇതൊന്നെങ്കിൽ തേൻ ചേർത്തിട്ട് കഴിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കാം. അയമോദകം കൊളസ്ട്രോളിൻ്റെയും ട്രൈഗ്ലിസറൈഡിൻ്റെയും അളവ് ഒരു പരിധി വരെ കുറക്കും. അയമോദകം കഴിക്കുന്നത് ഉയർന്ന ബ്ലഡ് പ്രഷർ കുറക്കാനും സഹായിക്കും. മൂത്രാശയ രോഗങ്ങൾക്ക് അയമോദകവും ഞെരിഞ്ഞിലും കൂടി വെള്ളത്തിലിട്ട് തിളപ്പിച്ച് കുടിക്കുന്നത് ഫലപ്രദമാണ്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്ക് അയമോദകവും ശതകുപ്പിയും കൂടി പൊടിച്ച് കഴിക്കുന്നത് നല്ലതാണ്. വേദന കുറക്കാനും അതുപോലെ കൃമിശല്യം മാറാനും അയമോദകം വളരെ നല്ലതാണ്. അമിതമായ അമൃതം വിഷെന്ന് പറയാറില്ലേ, അതുപോലെ അയമോദകം ഒരുപാട് ഉപയോഗിച്ചാലും പ്രശ്നമാണ്. അയമോദകം ശരീരത്തിന് ചൂടാണ്, അതുകൊണ്ട് അത് ഒരുപാട് ഉപയോഗിച്ചാലും അതിന് തക്കതായ ബുദ്ധിമുട്ടും ഉണ്ടാകും. ദിവസവും 1.5 ടീസ്പൂണിൽ കുറവ് മാത്രം അയമോദകം ഉപയോഗിക്കുക. ഗർഭിണികളും മുലയൂട്ടുന്ന അമ്മമാരും ഇതിൻ്റെ ഉപയോഗം കുറക്കുന്നതാണ് നല്ലത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്യുക. ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. കൂടുതൽ വീഡിയോസ് കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ, ബൈ.